കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗുരുവായൂർ നടയിൽ വെച്ച് ഒരു ഭക്തനുണ്ടായ ഭഗവാന്റെ ഒരു പ്രത്യക്ഷ അനുഭവമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഈ ഭക്തൻ അവിടെ എല്ലാ പ്രാവശ്യവും ഇല്ലം നിറക്കി പോകുന്ന ആളായിരുന്നു. മാത്രമല്ല, മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോകാറുണ്ട്. ഒരു ദിവസം ഇല്ലനിറയൊക്കെ കഴിഞ്ഞ് അത് കഴിയുമ്പോൾ നമുക്ക് നെൽക്കതിര് കിട്ടുമല്ലോ. ആ നെൽക്കതിരുമായി ഗുരുവായൂർ അമ്പലത്തിൻ്റെ നേരെ ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് ഒന്നുകൂടെ കണ്ണനെ കാണാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ മനസ്സിൽ അകമഴിഞ്ഞു പ്രാർത്ഥിച്ചു, കണ്ണാ, നിന്നെ ഇവിടെ കാണാൻ വന്നിട്ട് നീ എന്നെ കണ്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു നിൻ്റെ മായ എനിക്ക് കാണിച്ചു തരണേ. ഞാനിവിടെ വന്നത് അറിഞ്ഞുണ്ട് എന്നുള്ളത്, അതിന് ഒരു മായ, എന്തെങ്കിലും ഒരു മായ. ഞാനിവിടുന്ന് പോവാണെന്ന്, ഇനി അടുത്ത മാസം വരുള്ളൂ. അതിനു മുമ്പ് എന്തെങ്കിലും കണ്ണൻ്റെ മായയ്ക്ക് ഒട്ടും കുറവില്ലാത്ത ആളാണ്. എൻ്റെ മുമ്പിലൊരു മായ കാണിക്കണേ. അടുത്ത മാസം വരുന്നവരെങ്കിലും എനിക്ക് ഓർത്ത് വയ്ക്കാൻ ഒരു മായ. ഇങ്ങനെ കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കലെ ഏകദേശം ഉച്ചപൂജ ആവാറായ നേരമാണ്. പെട്ടെന്ന് തൻ്റെ ശരീരത്തിൽ ആരോ തട്ടിയ പോലെ തോന്നി. മാത്രമല്ല, ആ ആൾ ഉച്ചത്തിൽ സംസാരിക്കണമുണ്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വേറെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്. മാത്രമല്ല, ഇടയ്ക്ക് തന്നെ നോക്കി ചിരിക്കണമുണ്ട്. ആ ആൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് ഈ ഭക്തന് മനസ്സിലായി. ഉറക്കെ സംസാരിക്കണമുണ്ട്, എന്നാൽ തന്നെ നോക്കി ചിരിക്കണമുണ്ട്. ഇടയ്ക്ക് തൻ്റെ ശരീരത്തിൽ തട്ടണമുണ്ട്. അതായത് ആൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മളെ അറിയിക്കാനായി എന്തോ ചെയ്യുന്ന പോലെ ഈ ഭക്തന് തോന്നി. അവസാനം ഇങ്ങനെ ഈ ആൾ ഈ ഭക്തനോട് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ സ്വന്തം ആളാണല്ലേ? അപ്പോൾ ഈ ഭക്തൻ പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞത്? കാരണം ഈ നെൽക്കതിരൊക്കെ ഇവിടുത്തെ സ്വന്തം ആൾക്കാർക്കല്ലേ കിട്ടുക, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല, ഞാനൊരു സാധാരണ ഭക്തനാണ്, എനിക്കും കിട്ടിയല്ലോ. അപ്പോൾ ഈ ഭക്തൻ ചോദിച്ചു, എന്താ പേര്? അങ്ങനെ പ്രത്യേകിച്ച് പേരെന്ന് പറയാനൊന്നുമില്ല. എവിടെന്നാ വരുന്നത്? എവിടെയാ സ്ഥലം? അത് ഞാനിങ്ങനെ എല്ലായിടത്തും കാണും, അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. പെട്ടെന്ന് ഈ ഭക്തന് ഇപ്പം തന്നെ താൻ പ്രാർത്ഥിച്ച മായയെ പറ്റി ഓർമ്മ വന്നു. എന്തൊക്കെയോ പ്രത്യേകതകളുള്ളൊരു മനുഷ്യൻ, ഭയങ്കര തേജസ്. ഈ മനുഷ്യന് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ടെന്നും ഇതന്നെയാണോ ഗുരുവായൂരപ്പൻ എന്നൊക്കെ തോന്നി. താൻ ഇത്ര നേരം ഭഗവാനോടുള്ളെനിക്ക് പ്രാർത്ഥിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു മായ കാണാൻ. പെട്ടെന്ന് ഉച്ചപൂജയുടെ സമയമായപ്പോൾ ആൾ പറഞ്ഞു, ഉച്ചപൂജ തൊഴുതോളൂ, വീടിന് നല്ല ഐശ്വര്യമാണ്, തൊഴുതോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭക്തൻ വേഗം ഉച്ചപൂജ തൊഴാനായിട്ട് ഭഗവാനെ നോക്കി അവിടെ നിന്ന് തൊഴുതു. പിന്നെ കണ്ണു തുറന്നപ്പോൾ ഇയാളെ കാണാനില്ല. ഈ ഭക്തൻ എല്ലായിടത്തും നോക്കി, ഇതെവിടെ പോയി? ഇതെന്താ കണ്ണൻ്റെ മായ തന്നെയാണ്. ഈ ഭക്തൻ ഇങ്ങനൊരു അനുഭവം പങ്കുവച്ചപ്പോൾ ഞാനൊക്കെ കോരി തരിച്ചു പോയി. കാരണം കണ്ണൻ പ്രത്യക്ഷമായത് പോലെ തന്നെ തോന്നി. ഇതിനി ശരിക്കുള്ള ആളാണോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനാണോ? ഇങ്ങനെയാണല്ലോ കണ്ണൻ്റെ മായ, നമുക്കൊരു പിടിയും തരില്ല. മായ അങ്ങനെയാണ്, പിടി തരില്ല. എന്നാൽ ഇത് ഗുരുവായൂരപ്പനാണെന്ന് എങ്ങനെയാണ് നമ്മൾ, അല്ലാന്ന് എങ്ങനെയാണ് പറയുക, ആണെന്ന് എങ്ങനെയാണ് പറയുക? ഒന്നും അറിയില്ല. പക്ഷേ ഈ ഭക്തനെ സംബന്ധിച്ച് ഇതെന്നും താൻ മനസ്സിൽ പ്രാർത്ഥിച്ച ഗുരുവായൂരപ്പൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതാണെന്ന്, തനിക്ക് മായ കാണിച്ചതാണെന്ന് ഇന്നും ഓർക്കുന്നു. ആ ഒരു മായ, ആ ഒരു സംഗതി ഇത്ര നാളും മറക്കാനോ ജീവിതത്തിൽ ഒരു കാലത്തും മറക്കാൻ തനിക്ക് പറ്റില്ലെന്ന് ആ ഭക്തൻ പറഞ്ഞു.
ഇപ്പോഴും ഓർത്തു വയ്ക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭഗവാന്റെ അനുഭവമായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. കാരണം അദ്ദേഹമാണല്ലോ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത്, ഭഗവാനെ എനിക്കൊരു മായ കാണിച്ചു തരണേ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ അത് സാക്ഷാൽ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം വേഷം മാറി വന്നതാണെന്ന് അദ്ദേഹം കരുതുന്നു. ഇങ്ങനെ എത്ര മായയാണല്ലേ കണ്ണൻ്റെ. ഇനിയും ഇങ്ങനെയുള്ള അനുഭവങ്ങളും മായകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത പോസിറ്റീവ് എനർജിയാണ് ഉണ്ടായത്. പിന്നെ ആ പറയുന്ന ആൾ വളരെ ഭക്തനായിട്ടുള്ള ഒരാളായ കാരണം ആൾ ഒരിക്കലും നുണ പറയില്ല എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. അത്ര ഭക്തരായവർക്ക് ഒരിക്കലും നുണ പറയാനും തോന്നില്ല. പിന്നെ ഭക്തർക്ക് ഭഗവാന്റെ സാന്നിധ്യം പെട്ടെന്ന് തിരിച്ചറിയും. നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെ അറിയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്തെ നമ്മൾ ഭഗവാനെ വിചാരിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വാട്സപ്പിലോ മൊബൈലിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പെട്ടെന്ന് ആരെങ്കിലും കൃഷ്ണ എന്ന് വിളിക്കുന്ന പോലെയോ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന ഇതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുമ്പോൾ ആകാശത്ത് കൃഷ്ണപരുന്തുകൾ പ്രത്യക്ഷമാവുമെന്ന് ഞാൻ എവിടെയോ വായിച്ച് കേട്ടറിഞ്ഞുണ്ട്. അതും ഭഗവാന്റെ മായാണ്. ഭക്തൻ ഭഗവാനെ എത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, എത്ര ഭക്തിയുണ്ടോ അത്രയും രീതിയിൽ ആ ഭക്തൻ്റെ മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടും. പിന്നെ ഒരുപാട് പേർക്ക് ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടെന്നും കേട്ടിട്ടുണ്ട്. അതൊന്നും അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതും ഉണ്ടാവാൻ വഴിയുണ്ട്. കാരണം ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. തൂണിലും തുരുമ്പിലുള്ള ഭഗവാനാണ്. ഞാൻ മുമ്പ് നരസിംഹമൂർത്തിയുടെ അനുഭവത്തെ പറ്റി എഴുതിയിരുന്നല്ലോ. നരസിംഹമൂർത്തിയുടെ ഗർജനം കേൾക്കുന്ന അമ്പലത്തെ പറ്റി. അവിടെ പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ മൂർത്തിയിൽ നിന്ന്, ആ വിഗ്രഹത്തിൽ നിന്ന് പല പ്രാവശ്യം ഇങ്ങനെ ശബ്ദം കേട്ടതായി പറയപ്പെടുന്നു. അതുപോലെ എത്രയോ അനുഭവങ്ങൾ ഗുരുവായൂരും പണ്ട് എത്ര അശരീരികൾ കേട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിതൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സ് ഭയങ്കര പോസിറ്റീവാണെന്ന് എനിക്ക് തോന്നുന്നു. ആ പോസിറ്റിവിറ്റി എല്ലാവരിലും നിറയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകൾ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.